ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ചായയോടൊപ്പം ചരിത്രത്തിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീലിഷ്. ഇന്ന് ഡിസംബർ 2, ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2-നാണ്. ഇതേ ഡിസംബർ 2 തന്നെയാണ് അടിമത്ത നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2-നാകുമ്പോൾ ഡിസംബർ 2 തന്നെയാണ് യോഗയ്ക്ക് യുനെസ്കോയുടെ പദവി ലഭിക്കുന്നത്. ഗുരുവായൂർ കേശവൻ എന്ന സുപ്രസിദ്ധനായ ആന ചരിഞ്ഞതും ഡിസംബർ 2-ാം തീയതിയാണ്. ക്യൂബ സശസ്ത്ര സേന ദിനമായിട്ട് ആചരിക്കുന്നതും ഡിസംബർ മാസം 2-ാം തീയതിയാണ്. ഇനി ഡിസംബർ 2-ന്റെ ചരിത്രത്തിലെ പ്രത്യേകതയിലേക്ക് നമുക്ക് കടക്കാം. ജവഹർലാൽ നെഹ്റു ദേശീയ നഗരവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 2-നാണ്. 2001 ഡിസംബർ 2-നാണ് വാത്മീകി അംബേദ്കർ ആവാസ് യോജന ദിന ആചരിക്കുന്നത്. 1998 ഡിസംബർ 2-നാണ് ബേനസീർ ഭൂട്ടോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാവുന്നത്. 1989 VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. 1984 ഡിസംബർ മാസം 2-ാം തീയതിയാണ് ഭോപ്പാൽ ദുരന്തം നടക്കുന്നത്. 2020 കോവിഡിനെതിരെ വാക്സിൻ കുത്തിവെക്കാനുള്ള അനുമതി നൽകുന്ന ആദ്യ രാജ്യമായി ബ്രിട്ടൻ മാറുമ്പോൾ, പിന്നീട് ഡിസംബർ 2-ന്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ 1976 ഡിസംബർ 2-നാണ് ഫിഡൽ കാസ്ട്രോ ക്യൂബൻ പ്രസിഡന്റ് ആവുന്നത്. ചരിത്രത്തിൽ ഡിസംബർ 2-ന്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഡിസംബർ 3-ന് പ്രത്യേകതകളുമായി ഗുഡ് മോർണിംഗ് ചായയോടൊപ്പം ചരിത്രത്തിൽ നമ്മൾ വീണ്ടും കാണും. എല്ലാവർക്കും ശുഭദിനം.